ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യെശയ്യാപ്രവചനം അതിൻ്റെ 61 അധ്യായം അതിൽ നിന്ന് ഒരു ചെറിയ ചിന്തയെടുക്കുവാൻ മാത്രം താല്പര്യപ്പെടുന്നു. അതിൻ്റെ 1-2 വാക്യങ്ങൾ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാരെ സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും അതുപോലെ തന്നെ പാപത്തിലിരിക്കുന്ന ജനത്തെ വിടുവിക്കുവാനും. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന് വിപരീതമായി പോകുന്ന എല്ലാ പാതാള കോട്ടകൾ നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ഉടച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നു. സാത്താനിക കോട്ടകൾ, എല്ലാ സാത്താനിക പദ്ധതികൾ തകരട്ടെ. റീബൽ ഹസ്തം രവനം ഷൗഡം ദിഗലം ശാനം അൽക്ക റിഗത നാസ ധൂര. വചനമായി നിൽക്കുമ്പോൾ കഥാവെ അടിയനെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പിന്നിൽ സമർപ്പിച്ചുകൊണ്ട് ജനത്തോട് ഇടപെടണം. തകർന്ന വ്യക്തികളുണ്ട്, പാപത്തിൽ അകപ്പെട്ട ജീവിതമുണ്ട്, കഥാവെ മനമുരുകിയിരിക്കുന്ന ജീവിതമുണ്ട്, ആരോരും സഹായമില്ലാത്ത ജീവിതമുണ്ട്. ആരിൽ ആശ്രയിക്കും, ആരിൽ ആശ്രയിച്ചാൽ ഒരു വിടുതലുണ്ടാകുമെന്ന് കരുതുന്ന ജീവിതമുണ്ട്. കർത്താവേ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. അതിൻ്റെ 61-1-2. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. നമ്മെ ദൈവം അഭിഷേകം ചെയ്തത് എളിയവരോട്. യേശുവിനെ അറിയാത്ത ജനത്തോട്, ആരോരും കൂട്ടാത്ത ജനത്തോട്, മറ്റുള്ളവരാൽ തഴയപ്പെട്ട ജനത്തോട്, മറ്റുള്ളവർ തന്നോട് ചേർത്തണയ്ക്കാത്ത എളിയ ജനത്തോട് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എളിയവരോട് സർവർത്തമാനം, യഹോവയുടെ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം, ദൈവവചനം അറിയിക്കുവാൻ, യഹോവയുടെ സർവർത്തമാനം അറിയിക്കുവാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. എളിയവരാണ് ആരാണ്? ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരു സെൻറ്റ് വസ്തുവില്ലാതെ, ഒരു കടപ്പാടമില്ലാതെ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന അനേക മനുഷ്യർ ഈ ഭൂമണ്ഡലങ്ങളിലുണ്ട്. അവരെല്ലാവരും എളിയവരാണ്.
ആ എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാനാണ് യഹോവ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ യുഗത്തിൽ നമുക്ക് ആ എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാൻ ദൈവം നമുക്ക് അതേ ടെക്നോളജികൾ നൽകി മൊബൈലിലൂടെ നമുക്ക് അറിയിക്കാവുന്ന ഈ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ആ എളിയവർ ആ ഭവനത്തിൽ നിന്നും കേൾക്കുമ്പോൾ അവർക്കത് ആശ്വാസകരമായി മാറും. കാരണം ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ള വചനം. ദൈവത്തിൻ്റെ വചനം വിടുതൽ നൽകുന്ന വചനമാണ്. അത് ആശ്വാസം പകരുന്ന വചനമാണ്. അത് പുലർത്തുന്ന വചനമാണ്. അത് നമ്മെ നടത്തുന്ന വചനമാണ്. യെശയ്യാപ്രവചനം അതിൻ്റെ 55:11 പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. 55:8 എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും ഒന്നുമല്ല ദൈവത്തിൻ്റെത്. എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ഭാരങ്ങളും അറിയുന്ന ദൈവം തൻ്റെ ഭക്തനെ അഭിഷേകം ചെയ്ത് ഓരോ ഭക്തനെയും അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം അതേ എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാൻ, തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ, തകർന്നിരിക്കുന്നവർക്ക് ബലം പകരുവാൻ, തകർന്നിരിക്കുന്നവരെ അതേ സാന്ത്വനപ്പെടുത്തുവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഓരോ മനുഷ്യനെയും അഭിഷേകം ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി എളിയവനെ തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം പകരാനാണ്. നമുക്ക് 4 പ്രസംഗത്തെപ്പറ്റി കാണുവാൻ സാധിക്കും. ഈ ലോകത്തിൽ 4 രീതിയിൽ പ്രസംഗിക്കുന്നവരുണ്ട്. ഒന്ന്, ബുദ്ധിമണ്ഡലങ്ങളിൽ പ്രസംഗിക്കുവാൻ പറ്റും. മറ്റൊന്ന്, ജനത്തിന് പ്രസാദമുള്ള രീതിയിൽ പ്രസംഗിക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, മീഡിയം രീതിയിൽ പ്രസംഗിക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, അതേ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിലും പ്രസംഗിക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ദൈവത്തിന് പ്രസാദമുള്ള പ്രസംഗമാണ്. ലോകത്ത് 4 പ്രസംഗ രീതികളുണ്ട്. അതൊന്നും ദൈവത്തിന് പ്രസാദമല്ല. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രസംഗം പ്രസംഗിച്ചെങ്കിൽ മാത്രമേ അത് ദൈവത്തിൻ്റെ ഹിതമാകത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ലേഖനം എഴുതുമ്പോൾ അത് 1 തെസ്സലോനിക്കർ അതിൻ്റെ 2:4 ഞങ്ങൾ സുവിശേഷം ഭാരമേൽപ്പിച്ചിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പം ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുന്നത് ജനത്തെ പ്രസാദിപ്പാൻ വേണ്ടിയല്ല, ജനത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അതേ ഒന്ന് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയായിരിക്കണം. പാപത്തിലിരിക്കുന്ന ജനത്തെ വിടുവിക്കണം. പാപത്തിൽ അകപ്പെട്ട ജനത്തെ സ്വതന്ത്രനാക്കണം. ദുഃഖിതരായിരിക്കുന്നവർക്ക് ആശ്വാസം പകരണം. മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കണം. ഇതെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള പ്രസംഗമാണ്. ഇതാണ് ദൈവം ഓരോ അഭിഷക്തനിലൂടെയും അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ദൈവത്തിനുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എൻ്റെ
ഭക്തൻ, എൻ്റെ മകൻ അവൻ അഭിഷക്തനായി കടന്നു പോകുമ്പോൾ എളിയവരോട് സർവർത്തമാനം ഘോഷിച്ച് തകർന്നവർക്ക് ആശ്വാസം പകർന്നവാനും അതേ ജീവിതത്തിൽ പാപത്തിൽ അകപ്പെട്ടവരെ ആ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ, തൻ്റെ വചനം അയച്ച് വിടിവിക്കുവാൻ അതേ ഓരോ പ്രാസംഗികനും അതേ ആ ദൈവഹിതമനുസരിച്ച് പ്രസംഗിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രസംഗിച്ചാൽ നമുക്ക് ഓരോ ജനത്തെയും വിടിവിക്കുവാൻ സാധിക്കും. ആ ഓരോ ജനത്തെയും വിടിവിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രസംഗം, ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രാസംഗികനായി, ഒരു അഭിഷക്തനായി നമുക്ക് മാറുവാൻ സാധിക്കുന്നത്. എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാരെ സ്വതന്ത്രവും അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ, ദുഃഖിതരായവരെ ഒക്കെയും ആശ്വസിപ്പാനും. ഈ വേളയിൽ ദുഃഖിതരായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ദൈവമുണ്ട്. വിഷമത്തിലും തകർച്ചയിലും ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഭാരപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിലുള്ള ചില വിഷയങ്ങളിന്മേൽ, ചില അഭിമുഖീകരിക്കുന്ന പ്രശ്നമണ്ഡലങ്ങളിന്മേൽ കർത്താവ് അതിൻ്റെ മേൽ ഇന്ന് അത്ഭുതത്തെ ചെയ്തിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ്. ആമേ എന്ന് നീ പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ, അതിശയങ്ങളെ കാണുവാൻ സാധിക്കും. അർത്ഥം രഗതം ഷൗഡം ഹൽത്തനം റൂബൽ ഹസ്തിയ മികന ഹസ്തം ചൂടകല ഹസ്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിക്കട്ടെ. റാമന ശന്തറുള്ള ഷിഹാസ്തിയ. അതിൻ്റെ 3, ദുഃഖിക്കുന്നവർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമായി, ദുഃഖിതത്തിനു പകരം ആനന്ദതൈലവും വിഷ്ണുമനോഹത്തിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവം ഓരോ അഭിഷക്തനെയും അയക്കുന്നത്, ഒന്നാമത്തെ കാരണം എളിയവനോട് സർവർത്തമാനം ഘോഷിക്കുവാൻ, 2 തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പാൻ, 3 പാപത്തിലിരിക്കുന്നവരെ വിടിവിക്കുവാൻ, 4 ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം പകരുവാൻ. ഓരോ അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം പകരുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഈ ജനത്തെ വിടിവിക്കണം, പാപത്തിലിരിക്കുന്ന ജനത്തെ വിടിവിക്കണം, രോഗത്തിലിരിക്കുന്ന ജനത്തെ വിടിവിക്കണം, ദുഃഖിതായിരിക്കുന്നവരെ ആശ്വാസം പകരണം, അതേ മനം തകർന്നവർക്ക് ബലം പകരണം. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി ഓരോ വ്യക്തി ജീവിതങ്ങളെയും അഭിഷേകം പകരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നൽകിയ അഭിഷേകം കൊണ്ട് ഒരു പ്രയോജനമുണ്ടാകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾ നൽകിയ അഭിഷേകം അത് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല, ലോകത്തുള്ള തകർന്നവരോട്, മനസ്സ് തകർന്നവരോട് അതേ ദൈവത്തിൻ്റെ വചനത്തെ പറയുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, തകർന്നവരെ ആശ്വാസം പകരുവാൻ, അതേ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ബലമില്ലാത്തവർക്ക് ബലം പകരുവാൻ, റീവൽ ഹന്തം രിഗനം ഷൗഡം അതേ പാപത്തിലിരിക്കുന്നവരെ വിടിവിക്കുവാൻ, അതിനെല്ലാം വേണ്ടിയാണ് ദൈവം നമുക്ക് അതേ അഭിഷേകം പകർന്നിരിക്കുന്നത്. ആ അഭിഷേകത്തിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് ഈ അഭിഷേകം നമ്മളെ നിത്യതയിലേക്ക് നടത്തുവാനിടവരും. ഈ അഭിഷേകമാണ് നമ്മെ നിത്യതയിലേക്ക് നടത്തുന്നത്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. യെശയ്യാപ്രവചനം അതിൻ്റെ 61:1. എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. അപ്പോൾ യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ
അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായ മൺകൂടാരങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഹിതമുള്ള പ്രവൃത്തി ചെയ്യുന്നവരായി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നവരായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുന്നവരായി, ദൈവത്തിന് പ്രസാദമുള്ള അതേ പ്രാസംഗം പ്രസംഗിക്കുന്നവരായി മാറണം. ഒന്ന്, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അതേ ദൈവത്തിൻ്റെ യഹോവയുടെ ആത്മാവ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒന്ന്, നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറണം. രണ്ട്, ദുഃഖിക്കുന്നവരെ വിടുവിക്കുന്നവരായി മാറണം. മൂന്ന്, അതേ പാപത്തിലിരിക്കുന്നവർക്ക് മോചനം പകർന്ന് അവരെ വിടുവിക്കുന്നവനായി മാറണം. നാല്, അതേ മുഖം നോക്കാതെ പ്രസംഗിക്കുന്നവരായി മാറണം. അഞ്ച്, തകർന്നിരിക്കുന്നവരെ കൈതാങ്ങി അതേ ഉയർത്തുന്നവരായി മാറുവാൻ സാധിക്കണം. ഇതെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ്. ഇതാണ് നമ്മെക്കുറിച്ച്, ഓരോ അഭിഷിക്തന്മാരെയും കുറിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത്. എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാരെ സ്വാതന്ത്ര്യമറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതരായ ഒക്കരെയും ആശ്വസിപ്പാനും അതേ ദുഃഖിതരായ മുഴുവരെയും വിടുവിപ്പാനാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പാപത്തിലായിരിക്കുന്നവരെ എല്ലാം വിടുവിക്കുവാനും എളിയവരോട് സർവർത്തമാനം ഘോഷിപ്പാനും മാത്രമേ യഹോവ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വേളയിൽ കേട്ട വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിന് പ്രസാദമുള്ള പ്രസംഗം പ്രസംഗിക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് ഓരോരുത്തരെയും ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. കർത്താവേ, ഈ വേളയിൽ ദുഃഖിതരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരുടെ വിഷയത്തിന് മേൽ കർത്താവേ നീ ചില അടഞ്ഞ വഴികൾ, കർത്താവേ ചില അടഞ്ഞ മേഖലകൾ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. റീബൽ ഹന്തം റിഗലം ഷൗഡിയ കർത്താവെ, ആരോരും സഹായിക്കുവാനില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ചില സഹോദരിമാരുണ്ട്, ചില മാതാപിതാക്കൾ, ചില പിതാക്കന്മാർ, ചില അഭിഷിക്തന്മാർ. പ്രിയ മാതാവേ, നീ ദുഃഖിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് നിനക്കിന്ന് വഴികളെ തുറന്നിരിക്കുകയാണ്. ആ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ യേശു നിനക്കായി പുതുവഴികൾ തുറന്നിരിക്കുകയാണ്, പുതുവാതിലുകൾ തുറന്നിരിക്കുകയാണ്. അവൻ നിനക്ക് വഴികൾ തുറന്നു എന്ന് നീ ആമേ എന്ന് പറഞ്ഞാൽ അത്ഭുതത്തെ നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അവൻ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അന്ധം രകലം ഷൗഡം രികലശിയ എല്ലാ നിരാശയുടെ കോട്ടകൾ വ്യക്തിമണ്ഡലങ്ങളിൽ മാറട്ടെ, ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. കേട്ട വചനങ്ങൾ അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അത് അത്ഭുതകരമായി മാറട്ടെ, അത് അതിശയകരമായി മാറട്ടെ, അത് രോഗസൗഖ്യമായി മാറട്ടെ, അത് ശാപവസ്ഥകളെ മാറ്റുന്ന രീതിയായി മാറട്ടെ. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ബിസിനസ് തകർച്ചകൾ മാറി ഉയരുന്ന രീതിയിൽ കേട്ട വചനങ്ങളായി മാറട്ടെ. റൗഷൽ ഹന്തിയ മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനം ഇന്ന് വ്യാപരിക്കട്ടെ. ചില മനസ്സ് തകർന്നവർക്ക് വിടുതൽ നൽകുന്ന ദിവസമായി, അതേ ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം പകരുന്ന ദിവസമായി മാറട്ടെ. ആ വചനം ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആരോരും സഹായിക്കുവാനില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്, അവരെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിച്ചാൽ അതേ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. വ്യക്തി ജീവിതമേ, ഇന്ന് അയച്ച വചനമുണ്ടല്ലോ, അത് ജീവനും ചൈതന്യമായി നിൻ്റെ ഭവനങ്ങളിൽ കടന്നു വന്ന് നീ ഏത് മേഖലയിൽ അഭിമുഖീകരിക്കുന്നുവോ അതിനുമേൽ ജയം പകരുന്ന ദൈവത്തിൻ്റെ വചനം, അതിനുമേൽ വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ വചനം, അതിനുമേൽ രോഗസൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ മേൽ പാപമോചനം പകരുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ മേൽ ആശ്വാസവും സമാധാനവും പകരുന്ന
ദൈവത്തിൻ്റെ വചനം. റീഹാൽ ഷൗഡം ഹസ്തം റഗൽ ഷന്തയ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും അത് സംഭവിക്കട്ടെ. കർത്താവിന് ഓരോ വ്യക്തി മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.